എനിബഡിക്കാണ്ടോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പോപ്കോൺ ആണ്. അതിനാവശ്യമായത് ചിക്കൻ ചെറിയ പീസാക്കി മുറിച്ചതാണ്. ഇതിൽ എല്ലൊന്നും ഇല്ലാത്ത വേണം എടുക്കാനായിട്ട്. ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി പേസ്റ്റ് ആക്കിയതാണ്. ഇച്ചിരി മുളക് പൊടി, കുരുമുളക് പൊടി, ഒരു മുട്ട, ഇത് ബ്രെഡ് പൊടിയാണ്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതിന്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അതിനാവശ്യമായ മുട്ട, ഇനി ഇതിലേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാവരുടെയും എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. ഇനി കുറച്ച് ക്രിസ്പി കിട്ടാനായിട്ട് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനകത്തേക്ക് ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് ഇവിടെ മിക്സ് ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ഇതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പുറത്ത് വെക്കുമ്പോൾ നന്നായിട്ട് പിടിക്കണം എന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡ് പൊടിയിൽ നന്നായിട്ട് മിക്സ് ആവണം. ഇതേപോലെ ഇപ്പോൾ ബ്രെഡ് പൊടി നന്നായിട്ട് ചിക്കനിലേക്ക് പിടിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. എണ്ണ ഞാനിവിടെ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. ഞാൻ ചിക്കനെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിക്കാൻ. കാരണം ഇത് നമ്മൾ വേവിക്കാത്ത ചിക്കനാണ്. അപ്പോൾ മേളിലുള്ള നമ്മുടെ ഇത് ബ്രെഡ് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാനും പാടില്ല, ഉള്ളു വേകുകയും ചെയ്യണം. അപ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. ഇതേപോലെ നമുക്ക് ബാക്കിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇത് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 സ്റ്റിക്കും കൂടി കുത്തി കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. പിള്ളേർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇത് ചിക്കൻ നന്നായിട്ട് നല്ല ടേസ്റ്റാണ് ഈ ചിക്കന്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇനി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോസൊക്കെ ഇടുമ്പോൾ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും.